നമസ്കാരം. തടകവധം ഒരു വലിയ സംഭവമായിരുന്നു. കാരണം ഒരു സ്ത്രീയെ വധിക്കുക എന്ന് പറയുന്നത് സാധാരണ വീരന്മാർക്ക് ചേർന്ന ഒരു കാര്യമല്ല എന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്ന കാലമാണ്. പക്ഷെ താടകയെ വധിക്കാതെ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് താടകയെ വധിച്ചത്. താടക ദിനംപ്രതി താടകാവനത്തിൽ മാത്രമല്ല അതിന് ചുറ്റുപാടുമുള്ള വനത്തിലൊക്കെ തന്നെ കടന്നു ചെന്ന് നടത്തിക്കൊണ്ടിരുന്ന വളരെ ഹീനമായ പ്രവൃത്തികളിലാണ് ഋഷിമാരുടെ ദുഃഖം. അവർ ജീവനും അവരുടെ പൂജാതി കർമ്മങ്ങൾക്കുള്ള അവസരത്തിനു വേണ്ടിയാണ് താടകയെ വധിച്ചു കിട്ടാൻ ആഗ്രഹിച്ച് വിശ്വാമിത്ര മഹർഷിയെ ശ്രീരാമന് സമീപത്തേക്ക് അയച്ചത്. വിശ്വാമിത്ര മഹർഷി ആ ദൗത്യം വിജയകരമായി നിർവഹിച്ചു എന്നുള്ളതാണ്. ശ്രീരാമദേവനെ കൂട്ടിക്കൊണ്ടുവന്ന് താടകയെ വധിച്ചു. അങ്ങനെ വനത്തിലാകെ സമാധാനം ഉറപ്പുവരുത്തി. അവിടെ നിന്നും വിശ്വാമിത്ര മഹർഷി ശ്രീരാമദേവനെയും ലക്ഷ്മണനെയും ഇരുവശങ്ങളിലായി ചേർത്ത് പിടിച്ച് സന്തോഷപൂർവ്വം മുന്നോട്ട് പോവുകയാണ്. ഓരോ പുതിയ പുതിയ അസ്ത്രവിദ്യകൾ അവർക്കിരുവർക്കും വിശ്വാമിത്ര മഹർഷി ചൊല്ലിക്കൊടുക്കുന്നുണ്ടായിരുന്നു. ചില വിദ്യകൾ പറയുമ്പോൾ നേരത്തെ വസിഷ്ഠമുനി പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്ന് ലക്ഷ്മണൻ മറുപടിയായി വസിഷ്ഠമുനിയോട് പറയുമായിരുന്നു. എങ്കിലും ലക്ഷ്മണൻ ഇങ്ങനെ കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. വിശ്വാമിത്ര മഹർഷി എല്ലാത്തിനും മറുപടി പറയുക. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ശ്രീരാമദേവന് മുമ്പേ നടക്കാൻ തുടങ്ങി. അതിന് പിന്നിലായി വിശ്വാമിത്ര മഹർഷിയും ഏറ്റവും പിന്നിലായി മൂന്നാമതായി ലക്ഷ്മണനും നടക്കുക. അപ്പം മുന്നോട്ടുള്ള യാത്രയാണ്. അവർ മൂവരും മുന്നോട്ടിങ്ങനെ പോവുകയാണ്. വളരെ മനോഹരമായ വനഭൂമി കാനനഭംഗി ഹൃദയപൂർവ്വം ആസ്വദിച്ചുകൊണ്ട് വിവിധങ്ങളായ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കണ്ട് അവരുടെ ആഹ്ലാദമൊക്കെ കണ്ടും കേട്ടും രസിച്ചും ഇവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ അവസരത്തിലാണ് ശ്രീരാമചന്ദ്രൻ്റെ പാദം ഒരു പാറയിൽ ചവിട്ടിയത്. അവിടെ നിന്നും ഒരു സ്ത്രീ ഉയർന്നു വന്നു. പാറയായി കിടന്ന സ്ഥലത്ത് ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ലക്ഷ്മണൻ അത്ഭുതപ്പെട്ടുപോയി. വിശ്വാമിത്ര മഹർഷി അറിയാമായിരുന്നല്ലോ, ഇങ്ങനെ ത്രികാലജ്ഞാനിയായിരുന്ന വിശ്വാമിത്ര മഹർഷി ഇതറിഞ്ഞുകൊണ്ടാണല്ലോ മുന്നോട്ട് ശ്രീരാമദേവനെയും കൂട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പാറയിൽ നിന്ന് ഉയർന്നു വന്ന സ്ത്രീ അതിമനോഹരിയായ സ്ത്രീയായിരുന്നു. അവരിങ്ങനെ ശ്രീരാമചന്ദ്രനെ സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കുകയാണ്. അത്
കണ്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി താരാണ് എന്ന് ലക്ഷ്മണനോട് കാര്യം പറഞ്ഞു കൊടുത്തു. ഇത് ഗൗതമമുനിയുടെ പത്നി അഹല്യ. അഹല്യയ്ക്കിപ്പോൾ ശാപമോക്ഷം കിട്ടിയിരിക്കുകയാണ്. അഹല്യയാണ് ഇവിടെ പാറയായി കിടന്നത്. അഹല്യ ഇങ്ങനെ പാറയായി കിടക്കാൻ കാരണം സ്വന്തം ഭർത്താവ് ഗൗതമമുനിയുടെ ശാപമാണ്. അപ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെ ചോദിച്ചു, എന്താ ഇങ്ങനെ സ്വന്തം ഭർത്താവ് ശപിക്കാൻ കാരണം? ഗൗതമമുനി ശപിച്ച് ഇങ്ങനെ പാറയായി കിടക്കാനുള്ള കാരണം? അപ്പോൾ മഹർഷി ലക്ഷ്മണനോട് പറഞ്ഞു, മഹാമുനിയായ ഗൗതമമുനി ധാരാളം യാഗങ്ങളും ധാരാളം സിദ്ധിവിശേഷങ്ങളുള്ള ഒരു മഹർഷീശ്വരനാണ്. ആ ഗൗതമമുനിയുടെ പ്രിയപത്നിയാണ് അഹല്യ. അഹല്യ അതീവ സുന്ദരിയാണ്. അഹല്യ ഇങ്ങനെ ഒരു ദിവസം കാനനത്തിലൂടെ പോകുമ്പോൾ പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് വരുമ്പോൾ ദേവേന്ദ്രനെ കാണാനിടയായി. ദേവേന്ദ്രൻ കാണാനിടയായപ്പോൾ ദേവേന്ദ്രന് അഹല്യയെ സ്വന്തമാക്കാൻ മോഹമായി. അതിന് ദേവേന്ദ്രൻ ചില മാർഗങ്ങൾ കണ്ടെത്തി ഗൗതമനുടെ ആശ്രമത്തിലേക്ക് മുനി ഇല്ലാത്ത സമയം നോക്കി അവിടേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. പ്രഭാതത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് തന്നെ ഗൗതമമുനി ആശ്രമത്തിൽ നിന്നും പുറത്തുപോയി പുഴയിൽ പ്രഭാതകർമ്മങ്ങളൊക്കെ നടത്തി മടങ്ങി എന്നാണ് അന്നത്തെ ദിവസം ആരംഭിക്കുക. ഒരു ദിവസം രാത്രി കഴിഞ്ഞപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിന് വളരെ മുമ്പ് തന്നെ ഒരു കോഴിയുടെ കൂവൽ കേട്ടപ്പോൾ ഗൗതമമുനി സമയം വെളുക്കാറായി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വേഗം എണീറ്റ് പ്രഭാതകർമ്മങ്ങൾക്കായി പുഴയിലേക്ക് പോയി. പുഴയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് പുഴ ഉണർന്നിട്ടില്ല എന്ന് മനസ്സിലായത്. പുഴ രാത്രി ഉറങ്ങാറുണ്ടെന്നും പുഴ രാത്രി നിശബ്ദമാണെന്നും ആ പുഴ രാത്രി അതുകൊണ്ട് ആരും ഉപയോഗിക്കരുതെന്നുമൊക്കെ പഴയ പുരാണങ്ങളിൽ നാം വായിച്ചറിയാറുണ്ട്. എല്ലാ സമയം പുഴ ഒരുപോലെയല്ല. രാത്രികാലങ്ങളിൽ പുഴ നിദ്രയിലാണെന്നും പുഴ ഉണർന്നതിന് ശേഷം മാത്രമേ നാം പുഴയിൽ കുളിക്കുവാനോ പുഴയിലെ വെള്ളമെടുക്കുവാനോ കുടിക്കുവാനോ ഒക്കെ പാടുള്ളൂ എന്നുള്ളതാണ് ഭാരതീയ സങ്കല്പവും ശാസ്ത്രവും അനുസരിച്ചുള്ള വിശ്വാസം. പകൽ വെളിച്ചത്തിൽ പുഴയിലെ വെള്ളം എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് പോലെ അർദ്ധരാത്രിയിൽ പുഴയിലെയോ അല്ലെങ്കിൽ കടലിലെ വെള്ളമൊന്നും ആരും എടുക്കാറില്ല. ഇതെല്ലാം ശാന്തമാണെന്നും നിദ്രയിലാണെന്നുമാണ് ഒരു വിശ്വാസമാണ്. പ്രപഞ്ചനീതിയുടെ പ്രപഞ്ച വിശ്വാസമാണത് പഴയ കാലം മുതലുള്ള. അങ്ങനെ പുഴ ഉണർന്നിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഗൗതമമുനിക്ക് സംശയം തോന്നി. ഇതെന്താ ഇങ്ങനെ? ഞാൻ ഏറെ നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം മടങ്ങി ആശ്രമത്തിലേക്ക് വേഗം പോയി. ഇതിനിടയിൽ കോഴിയായി വന്ന് കൂവിയത് ദേവേന്ദ്രനായി. ദേവേന്ദ്രൻ വേഷം മാറി ഗൗതമമുനിയുടെ വേഷം ധരിച്ച് അഹല്യയുടെ അടുത്തുകൂടി. അഹല്യ ഗൗതമമുനിയാണ് എന്ന് ധരിച്ച് ഈ ദേവേന്ദ്രന്റെ ഇംഗിതത്തിന് വഴങ്ങി. അങ്ങനെ ദേവേന്ദ്രൻ അഹല്യയെ പ്രാപിച്ചു. ആ സമയമാണ് ഗൗതമമുനി മടങ്ങി വരുന്നത്. മടങ്ങി വരുമ്പോൾ ഗൗതമമുനി കാണുന്നത് ഈ കാഴ്ചയാണ്. ഒരു ദേവേന്ദ്രൻ വളരെ വേഗം ഒരു പൂച്ചയായി മാറി അവിടെ നിന്ന് ചാടാൻ ശ്രമിച്ചു. ഗൗതമമുനി അഹല്യയോട് ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഈ പൂച്ച മൽജാരൻ. അപ്പൊ മൽജാരൻ
മർജാരൻ എന്നാണ് പറഞ്ഞത്. മൽജാരൻ, എൻ്റെ ജാരൻ എന്നും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് ആദ്യ വാക്കിൽ. മർജാരൻ എന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷെ മൽജാരൻ എന്ന് കേട്ടു. അങ്ങനെ ഗൗതമനിക്ക് പെട്ടെന്ന് കോപം വന്നു അഹല്യയെ ശപിക്കുകയുണ്ടായി. നീ ഒരു ശിലയായി പോകട്ടെ എന്ന് ശപിച്ചു. അപ്പോഴാണ് ഉണ്ടായ സത്യം അഹല്യ വ്യക്തമാക്കുകയാണ്. അങ്ങാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഞാൻ വഴങ്ങിയത്. അത് ദേവേന്ദ്രനായിരുന്നു എന്നുള്ളത് പിന്നീട് അത് ഗൗതമനിക്ക് മനസ്സിലാക്കി ദേവേന്ദ്രനാണ്. അപ്പോ ദേവേന്ദ്രൻ വേഷം മാറി വന്ന് തൻ്റെ ഭാര്യയെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഗൗതമനി ദേവേന്ദ്രൻ എന്തിനു വേണ്ടിയാണോ ഇവിടെ വന്നത് അത് സഹസ്രീ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദേവേന്ദ്രന്റെ ശരീരം മുഴുവൻ സ്ത്രീകളുടെ യോനിയായി മാറി. ഇത് ദേവേന്ദ്രന് പുറത്തിറക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ദേവന്മാരെല്ലാം അവിടെ എല്ലാവരും ദേവേന്ദ്രൻ ഇങ്ങനെ വളരെ മോശപ്പെട്ട ഒരു രൂപമാണല്ലോ. അവസാനം ഗൗതമനിയുടെ മുന്നിൽ അഭ്യർത്ഥിച്ച് മറ്റുള്ളവരും എല്ലാവരും കൂടെ അഭ്യർത്ഥിച്ച ശേഷം ഗൗതമനി അതിനെ നയനങ്ങളാക്കി മാറ്റിക്കൊടുത്തു. അങ്ങനെയാണ് സഹസ്രാക്ഷനായ ദേഹം മുഴുവൻ 1000 കണ്ണുകളുള്ള ഒരു വ്യക്തിയായി ദേവേന്ദ്രൻ മാറുന്നത്. അങ്ങനെയാണ് ദേഹം മുഴുവൻ കണ്ണുകൾ 1000 കണ്ണുകളുള്ള ദേവേന്ദ്രൻ സഹസ്രാക്ഷനായി മാറി. ആ ഒരു ശാപം കിട്ടിയ അവസരത്തിൽ അഹല്യ ശാപമോക്ഷത്തിനായി ഗൗതമുനിയോട് പ്രാർത്ഥിച്ചു. ഗൗതമുനി പറഞ്ഞു, ഒരു കാലത്ത് ഇതുവഴി ശ്രീഹരിയുടെ അവതാരമായ ശ്രീരാമദേവൻ ഇതുവഴി കടന്നു വരും. ശ്രീരാമദേവന്റെ പാദസ്പർശമേറ്റ് ഈ ശിലയ്ക്ക് മോചനമുണ്ടാവും. അതുവരെ അവിടെ ശിലയായി കിടക്കുക എന്നിങ്ങനെ. അങ്ങനെ ശ്രീരാമദേവന്റെ വരവും കാത്ത് ഒരു ശിലയായി അവിടെ കിടക്കുകയായിരുന്നു അഹല്യ. ആ അഹല്യയ്ക്കാണ് ശ്രീരാമപാദ സ്പർശം കൊണ്ട് മോക്ഷം ലഭിച്ചതും മോചനം ലഭിച്ചതും. ആ സംഭവം വിശ്വാമിത്ര മഹർഷി ലക്ഷ്മണനോട് ഉപദേശിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട് ലക്ഷ്മണൻ അത്ഭുതാദരങ്ങളോടുകൂടി ഇങ്ങനെ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിലേക്ക് നോക്കുകയായിരുന്നു. ശ്രീരാമചന്ദ്രൻ അറിയാതെയാണെങ്കിലും എവിടെയെങ്കിലും ചവിട്ടിപ്പോയാൽ അവിടെയൊക്കെ ഇതുപോലെ പുതിയ ജീവനുകൾ ഉയർന്നു വരുമോ എന്ന ഭയം ഉള്ളിലുണ്ടായിരുന്നു എന്നാണ് ഒരു സംശയം. പക്ഷെ എന്തായാലും ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ ഒരു മുള്ളുപോലും ഏൽക്കാതെ നോക്കണമെന്നുള്ള ലക്ഷ്മണന്റെ ചിന്ത ശതഗുണീഭവിച്ചത് ഈ ഭാവത്തിൽ നിന്നാണ് എന്നാണ് വിശ്വാസം.